വെൽക്കം ബാക്ക് ടു ചാനലാണ് ഖാലിദ്. അപ്പൊ HSC നാച്ചുറൽ സയൻസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ ക്ലാസ് നിങ്ങൾ തീർച്ചയായും പ്രയോജനപ്പെടുത്തുക. നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ദഹന വ്യവസ്ഥ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് മുന്നേ ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ആ ക്ലാസ്സിന് ബാക്കി എന്തൊക്കെയാണ് ആ ഒരു പോർഷൻ നമ്മൾ പഠിക്കേണ്ടത് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയെടുത്തതിന് തുടങ്ങാം. നമ്മളവിടെ പല്ലുകളുടെ ആ ക്രമീകരണത്തെ കുറിച്ചും എത്ര പ്രാവശ്യമാണ് മനുഷ്യന്റെ പല്ലുകൾ ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ പല്ലിന്റെ ഘടനയും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോവാം. നമ്മൾ 9ാം ക്ലാസ്സിൽ തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യം പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതൊന്ന് ബ്രഷപ്പ് ചെയ്ത് പോകുക മാത്രമേ ചെയ്യുന്നത്. അപ്പൊ നോക്കാം പല്ലിന്റെ ഘടന അല്ലെ. അപ്പൊ പല്ലിന്റെ ഘടന പറയുകയാണെങ്കിൽ പല്ലിന് മോണയ്ക്ക് മുകളിലായിട്ടുള്ള ഭാഗത്തെ അറിയപ്പെടുന്നതാണ് ദന്തമകുടം എന്ന് പറയുന്നത് അല്ലെ. പല്ലിന്റെ മോണയ്ക്ക് മുകളിലുള്ള ഭാഗത്തെ ദന്തമകുടം എന്ന് പറയുന്നു. ഇനി മോണയ്ക്ക് താഴെയുള്ള ഭാഗത്തെ ദന്തമൂലം എന്ന് പറയുന്നു. ഇനി മനസ്സിലാക്കേണ്ടത് ഈ പല്ലുകൾക്ക് ഒരു പൾപ്പ് ക്യാവിറ്റി ഉണ്ട് അല്ലെ. പല്ലിന് ഒരു പൾപ്പ് ക്യാവിറ്റി ഉണ്ട്. മൃദുവായ യോജകലകളാണ് ഇവിടെ കാണപ്പെടുന്നത്. പൾപ്പ് ക്യാവിറ്റിയിൽ എന്ത് കാണപ്പെടുന്നു? മൃദുവായ യോജകലകൾ കാണപ്പെടുന്നു. ഇനി അതുപോലെ രക്തക്കുഴലുകൾ, ലിംഫനോമികൾ, നാഡീതന്തുക്കളും എവിടെ കാണപ്പെടുന്നു? ഈ പറയുന്ന പൾപ്പ് ക്യാവിറ്റിയിൽ കാണപ്പെടുന്നു. എന്നാൽ രക്തക്കുഴലുകൾ അതുപോലെ ലിംഫ് വാഹികൾ എന്താണ് നാഡീ തന്തുക്കളും എവിടെ കാണപ്പെടുന്നു? പൾപ്പ് ക്യാവിറ്റിയിൽ കാണപ്പെടുന്നു മനസ്സിലാക്കുക. ഇനി പല്ലിന്റെ കട്ടികൂട് അല്ലെങ്കിൽ പല്ലിന്റെ കട്ടികൂട് മുഖഭാഗം വളരെ കട്ടികൂടിയതായിട്ട് കാണപ്പെടുന്നു. ആ പല്ലിന്റെ ആ പുറം ഭാഗം കട്ടിയുടെ ഭാഗത്തെ ഇനാമൽ എന്ന് അറിയപ്പെടുന്നത് അത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കാഠിന്യം കൂടിയ ഭാഗമാണ്. മാത്രമല്ല അത് കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന പദാർത്ഥം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കൂടെ ഓർത്തു വെക്കുക. ഇനി പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഡെന്റൈൻ എന്നൊരു പദാർത്ഥമുണ്ട്. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ഡെന്റൈൻ എന്ന പദാർത്ഥം കൊണ്ടാണ്. അത് ഡെന്റൈൻ എന്ന് പറയുന്നത് ജീവനുള്ള കലയാണ്. എന്നാൽ ഇനാമൽ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത നിർജീവമായ വെളുത്ത നിറത്തിൽ കാഠിന്യം കൂടിയ ഒരു ഭാഗമാണ് ഏത്? ഇനാമൽ എന്ന് മനസ്സിലാക്കുക. ഇനാമൽ നിർജീവമാണ്, കാഠിന്യം കൂടിയാണ്, വെളുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത്. എന്നാൽ സിമെന്റം എന്ന് പറയുന്നത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ്. അത് ഒരു കാൽഷ്യം സംയുക്തം തന്നെയാണ്. അതെന്ന് പറയുന്നത് എന്താണ്? ജീവനുള്ള ഒരു കലയാണെന്ന് മനസ്സിലാക്കുക. അപ്പം പല്ലുകളെ മോണയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് ഏത്? സിമെന്റം എന്ന് മനസ്സിലാക്കുക. പല്ലുകളിൽ മോണയിൽ ഉറപ്പിച്ചിരിക്കുന്ന എന്താണ് കാൽഷ്യം കലർന്ന ഒരു യോജക കലയാണ് സിമെന്റം എന്ന് മനസ്സിലാക്കുക. ഇത് ജീവനുള്ള കലയാണെന്ന് കൂടെ ഓർത്തു വയ്ക്കുക. അപ്പൊ പല്ലുകളുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തിലോട്ട് പോകാം. ഇനി പല്ലുകൾ എത്ര തരത്തിലുള്ള പല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. നാല് തരത്തിലുള്ള പല്ലുകളുണ്ട്. ഏതൊക്കെയാണ്? ഉളിപ്പല്ലുകൾ അഥവാ ഇൻസിൻസേഴ്സ്, പിന്നെ കൊമ്പല്ല് അഥവാ കനൈൻസ്, പിന്നെ അഗ്രചർവണകം അല്ലെങ്കിൽ പ്രീ മൊളാസ്, പിന്നെ ചർവണകം അഥവാ മൊളാസ്. അത്തരത്തിൽ പല്ലുകളെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ഇവിടെ നമുക്ക് ആ ഇൻസിസേഴ്സ് എന്ന് പറയുന്ന പല്ലുകൾ, അതായത് ആ ഉളിപ്പല്ലുകൾ എന്ന് പറയുന്നത് അല്ലെ. ഉളിപ്പല്ലുകൾ എന്ന് പറയുന്നത് എന്താണ്? മുൻവശത്താണ് കാണപ്പെടുന്നത്. മുൻവശത്ത് താഴെ മുകളിലുമായിട്ട് 8 പല്ലുകളാണ് ഉളിപ്പല്ലുകൾ കാണപ്പെടുന്നത്. അതായത് 4 വീതം 8 പല്ലുകളാണ് മുകളിലും താഴെയുമായിട്ട് കാണപ്പെടുന്നത്. ഇനി ഉളിപ്പല്ലുകളുടെ ഉപയോഗം എന്താണ്? ആഹാരത്തെ കടിച്ചു മുറിക്കാനാണ് ഉളിപ്പല്ലുകൾ ഉപയോഗിക്കുന്നത്. അടുത്തത് എന്താണ്? കൊമ്പല്ല് അഥവാ കനൈൻസ്. കൊമ്പല്ല് അഥവാ കനൈൻസ് എന്ന് പറയുന്നത് 4 പല്ലുകളാണുള്ളത്. അതായത് മുകളിലും താഴെയുമായിട്ട് 2 എണ്ണം വീതം 4 പല്ലുകളാണുള്ളത്. അത് ആഹാരത്തെ കടിച്ചു കീറാൻ സഹായിക്കുന്നു മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത അഗ്രചർവണം പ്രീ മൊളാസ് എന്ന് പറയുന്നത് കൊമ്പലിന് സമീപം ഇരുവശങ്ങളിലുമായിട്ടാണ് മുകളിലും താഴെ. കൊമ്പലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ടാണ് കാണപ്പെടുന്ന അഗ്രചർവണം എന്ന് പറയുന്നത്. അത് 8 പല്ലുകളാണ്. അത് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു മനസ്സിലാക്കി വയ്ക്കുക. ഈ ചർവണം അല്ലെങ്കിൽ മൊളാസ് എന്ന് പറയുന്നത് എന്താണ്? ഈ അഗ്രചർവണത്തോട് ചേർന്ന് മുകളിലും താഴെയുമായിട്ട് 12 പല്ലുകൾ കാണപ്പെടുന്നു. അത് ചവച്ചരിക്കാൻ അവയും സഹായിക്കുന്നു മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഒരു പ്രായപൂർത്തിയായ ഒരാളുടെ പല്ലുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 32 ആണ്. ഈ അവസാനം വരുന്നത് പല്ലെന്ന് പറയുന്നത് ഏറ്റവും അറ്റത്തുള്ള അണപ്പല്ലാണെന്ന് കൂടെ ഓർത്തു വയ്ക്കുക. ഇത്രയും കാര്യമാണ് പല്ലുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ മാംസാഹാരികൾക്ക് എങ്ങനത്തെ പല്ലുകളായിരിക്കും കാണുന്നത്? അതെ, മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന കൊമ്പലുകളാണ് കാണപ്പെടുന്നത്. എന്നാൽ സസ്യാഹാരികൾക്ക് ആഹാരം മുറിക്കാൻ സഹായിക്കുന്ന ഉളിപ്പല്ലുകളാണ് കാണപ്പെടുന്നത് കൂടെ ഓർത്തു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ സസ്യാഹാരങ്ങൾ ഉളിപ്പല്ല് അവർക്ക് ആഹാരം മുറിക്കാനാണ് സഹായിക്കുന്നത്. കടിച്ചു കീറാനായിട്ടാണ് കൊമ്പലുകൾ ആർക്കുള്ളത്? മാംസാഹാരികൾക്കുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ പല്ലുകളെ കുറിച്ച് ഏകദേശം ഇത്രയൊരു ഐഡിയ ആണ് നിങ്ങൾക്ക് വേണ്ടത്. അടുത്ത് നമുക്ക് ഇന്നലെ പഠിച്ചത് എന്താണോ അതിന്റെ ബാക്കി പോർഷൻസിലോട്ട് പോകാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കി എന്താണ് ദഹനം എന്ന് പറഞ്ഞാൽ അല്ലെ. മനസ്സിലാക്കിയിട്ടുള്ള കാര്യം സങ്കീർണ്ണ ഘടനയുള്ള ആഹാര പദാർത്ഥങ്ങളെ ലഘു ഘടനയുള്ളതാക്കുകയും വേഗം ആഗിരണം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാക്കുകയും ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് ദഹനം എന്ന് മനസ്സിലാക്കി. ഇനി ദഹനവ്യൂഹത്തിൽ മനുഷ്യന്റെ ദഹനവ്യൂഹത്തിൽ പ്രധാനപ്പെട്ട അവയവങ്ങൾ ഏതൊക്കെയാണ്? അന്നനാളം, ദഹന ഗ്രന്ഥികളാണ് മനുഷ്യന്റെ ദഹനവ്യൂഹത്തിൽ പ്രധാനപ്പെട്ട അവയവങ്ങൾ. ഇനി അവയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത് എന്താണ്? അന്നനാളം വരെയുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ അന്നനാളത്തിന്റെ ഭാഗം അല്ലെങ്കിൽ അന്നനാളത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം?
അപ്പൊ അന്നനാളം എന്ന് പറയുന്നത് അവയ്ക്ക് ഒരു കനം കുറഞ്ഞ ഭിത്തിയുണ്ട്. അപ്പൊ അന്നനാളത്തിനുള്ള ഒരു കനം കുറഞ്ഞ ഭിത്തിയുണ്ട്, അതിന് നീളം കൂടിയ കുഴൽ പോലെയാണ് കാണപ്പെടുന്നത്. ഇനി അവ എങ്ങനെയാണ് ആമാശയത്തിൽ എത്തിച്ചേരുന്നത്? അപ്പൊ ആമാശയത്തിൽ എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? അവയ്ക്ക് അതായത് അന്നനാളം, കഴുത്ത്, അതുപോലെ ഉരസ് എന്ന് പറയുന്നത് തൊറാക്സ് ആണ്. അന്നനാളം, കഴുത്ത്, ഉരസ് അല്ലെങ്കിൽ തൊറാക്സ്, പിന്നെ പ്രാചീരം, ഡയഫ്രം, ഇതുവഴിയാണ് എവിടേക്ക് എത്തിച്ചേരുന്നത്? ആമാശയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ അന്നനാളം എന്ന് പറയുന്നത് കനം കുറഞ്ഞ ഭിത്തിയോട് കൂടവെയാണ്, അതിന് നീളമുള്ള ഒരു കുഴൽ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഇത് കഴുത്ത്, ഉരസ്, പ്രാചീരം എന്നീ ഭാഗങ്ങളുടെ എവിടെ എത്തുന്നു? ആമാശയം എത്തിച്ചേരുന്നു. ഇനി ആമാശയം ഏത് ആകൃതിയിലാണ് ഇരിക്കുന്നത് വെച്ചാൽ ജെ ആകൃതിയിലാണ് ആമാശയം എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ആമാശയം ഇരിക്കുന്നത് ജെ ആകൃതിയിലാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ആമാശയത്തിന്റെ ആകൃതിയിലാണ്, ജെ ആകൃതിയിലാണ് ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്ക് കാണപ്പെടുന്നത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് അന്നനാളത്തിലൂടെ ആഹാരം എവിടെ എത്തിക്കഴിഞ്ഞു? ആമാശയം എത്തിക്കഴിഞ്ഞു. ആമാശയം എന്ന് പറയുന്നത് അന്നനാളത്തിൽ നിന്നും ആമാശയത്തിലേക്ക് എത്തിച്ചു. അപ്പൊ ആമാശയം എന്ന് പറയുന്നത് ജെ ആകൃതിയിലാണ് ഇരിക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കി. അപ്പൊ ഇപ്പൊ നമ്മൾ ഇനി ആമാശയത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്, ഒരു പ്രതിഭാസം. എന്താണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്? അതായത് ഭക്ഷണം ആമാശയത്തിലേക്ക് എത്തിച്ചേരുന്നത് അന്നനാളത്തിലെ ഭിത്തികളിൽ ഉണ്ടാകുന്ന തരംഗ രൂപത്തിലെ ചലനത്തിന്റെ ഫലമാണ്. അപ്പൊ ഭക്ഷണം ആമാശയത്തിൽ എത്തിച്ചേരുന്നത് അന്നനാളത്തിലെ ഭിത്തിയിൽ ഉണ്ടാകുന്ന തരംഗ രൂപത്തിലെ ചലനം കൊണ്ടാണ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കുന്നത് ഓർത്തു വയ്ക്കുക. അപ്പൊ ആഹാര പദാർത്ഥങ്ങളെ ആമാശയത്തിലേക്ക് എത്തിക്കുന്നത് എന്താണ്? ഈ പറയുന്ന അന്നനാളത്തിലെ ഭിത്തിയിൽ ഉണ്ടാകുന്ന തരംഗ രൂപത്തിലെ ചലനത്തിലൂടെയാണ്. ഈ ചലനത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കുന്നത് ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ പറഞ്ഞു അന്നനാളം എന്ന് പറയുന്നത് ജെ ഷേപ്പ് ആയിട്ടുള്ള, ജെ ആകൃതിയിലുള്ള ആമാശയത്തിലേക്ക് എത്തിച്ചേർന്നു. ആമാശയത്തിലേക്കാണ് അടുത്ത് കടന്നിരിക്കുന്നത്. ഇനി ജെ ഷേപ്പ് ആയ ആമാശയം എന്ന് പറഞ്ഞാൽ ആമാശയം സ്റ്റൊമക്ക് അല്ലെങ്കിൽ ജെ ഷേപ്പിലാണ്, ജെ ആകൃതിയിലാണ് ഇരിക്കുന്നത് മനസ്സിലാക്കി. ഇനി ആമാശയം അതായത് അന്നനാളം ആമാശയത്തിലേക്ക് എത്തിച്ചേരുന്ന ആ ഭാഗത്ത് അതിനറിയപ്പെടുന്ന പേരാണ് എന്താണ്? ഹൃദ്രോഗി ഭാഗം അല്ലെങ്കിൽ കാർഡിയാക് ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അന്നനാളം ആമാശയത്തിലേക്ക് എത്തിച്ചേരുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഹൃദ്രോഗി ഭാഗം അല്ലെങ്കിൽ കാർഡിയാക് ഭാഗം എന്ന് പറയുന്നത്. ഈ ആമാശയത്തിന് മുൻ അഗ്രത്തെ അറിയപ്പെടുന്നത് എന്താണ്? ഫണ്ടിക് എന്ന്. ആമാശയത്തിന് മുന്നഗ്ര ഭാഗമുണ്ട്, അതിനെ ഫണ്ടിക് എന്ന് അറിയപ്പെടുന്നു. ഇനി മധ്യഭാഗത്തെ ഗാത്രം അഥവാ ബോഡി, മധ്യഭാഗം എന്താണ്? ബോഡി, ഗാത്രഭാഗം എന്നറിയപ്പെടുന്നു. അതുപോലെ ഈ പറയുന്ന ആമാശയത്തിന്റെ പിൻഭാഗത്തെ, അത് ചെറുകുടലേക്ക് തുറക്കുന്ന ഭാഗമാണ് ആമാശയത്തെ പിൻ അഗ്രഭാഗത്തെ പൈലോറിക് ഭാഗം എന്ന് അറിയപ്പെടുന്നത്. എങ്ങോട്ട് തുറക്കുന്നു? ചെറുകുടലേക്ക് തുറക്കപ്പെടുന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ ആമാശയത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. എന്താണ്? അന്നനാളം. അന്നനാളം എങ്ങോട്ട് ചെന്ന് ചേരുന്നു? ജേഷ് ആകൃതിയിലുള്ള ആമാശയത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈ അന്നനാളം ആമാശയത്തിലേക്ക് എത്തുന്ന ആ ഭാഗത്തെ കാർഡിയാക് ഭാഗം അല്ലെങ്കിൽ ഹൃദ്രോഗി ഭാഗം എന്ന് പറയുന്നു. ഇനി ആമാശയത്തെ മുൻഭാഗത്തെ എന്ത് പറയുന്നു? ഫണ്ടിക് ഭാഗം അല്ലെ. ഇനി മധ്യഭാഗത്തെ ഗാത്രഭാഗം അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്നു. പിന്നെ അഗ്രഭാഗത്തെ പൈലോറിക് ഭാഗം എന്ന് അറിയപ്പെടുന്നു. ഈ ആമാശയം എങ്ങോട്ടാണ് ചെന്ന് ചേരുന്നത്? അതായത് ഈ ചെറുകുടലിലേക്ക് ആമാശയം എത്തിച്ചേരുന്നത് പിന്നഗ്രഭാഗത്തിലൂടെയാണ്. അപ്പൊ ആ പിന്നഗ്രഭാഗം എവിടേക്കാണ് തുറന്നിരിക്കുന്നത്? ചെറുകുടലിലേക്കാണ് തുറന്നിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചെറുകുടൽ എത്തിക്കഴിഞ്ഞു. ഇനി ചെറുകുടലിന്റെ പ്രത്യേകതയും കൂടെ മനസ്സിലാക്കി പോകാം. അടുത്ത് നോക്കാം. ഇപ്പൊ ആമാശയത്തിൽ പിന്നെ അഗ്രഭാഗം എങ്ങോട്ടാ തുറന്നിരിക്കുന്നത്? ചെറുകുടലിലേക്കാണ് തുറന്നിരിക്കുന്നത്. അപ്പൊ ചെറുകുടലിന് ഒരു സി ആകൃതിയുള്ള ഭാഗമുണ്ട്, അതിനെ പക്വാശയം എന്നാണ് പറയുന്നത്. ചെറുകുടലിലെ ആദ്യത്തെ ഭാഗം സി ആകൃതിയിലാണ് കാണപ്പെടുന്നത്, അതിനെ പക്വാശയം അല്ലെങ്കിൽ ഡിയോഡിനം എന്ന് പറയുന്നു. അതിനെ തുടർന്ന് കാണപ്പെടുന്നത് നീണ്ട ചുരുള്ള ഭാഗമാണ്, അതിനെ മധ്യാന്തരം എന്നറിയപ്പെടുന്നു. അപ്പൊ ചെറുകുടലിന്റെ എന്താണ് മധ്യഭാഗത്ത് നീണ്ട ചുരുളുള്ള ഒരു ഭാഗമുണ്ട്, അതിനെ മധ്യാന്തരം അല്ലെങ്കിൽ ജിജുനം എന്നാണ് പറയുന്നത്. ഇനി അതിനുശേഷം കാണപ്പെടുന്ന ചെറുകുടലിന്റെ ഭാഗം കൂടുതൽ ചുരുളുള്ള ഒരു ഭാഗമാണ്, അതിനെ രോഷാന്തരം എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ ഇലിയം എന്നറിയപ്പെടുന്നു. ഈ ഇലിയം അല്ലെങ്കിൽ രോഷാന്തരം വൻകുടലേക്ക് തുറക്കപ്പെടുന്നു. അപ്പൊ ചെറുകുടൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ ആമാശയത്തെ പിൻ അഗ്രഭാഗം തുറക്കുന്നത് ചെറുകുടലിലേക്കാണ്. ആ ചെറുകുടലിന് സി ആകൃതിയിൽ ഒരു പക്വാശയം കാണുന്ന ആ ഭാഗത്തേക്കാണ് തുറക്കുന്നത്. ആ പക്വാശയത്തിന് തുടർന്ന് കാണപ്പെടുന്ന ഭാഗം മധ്യഭാഗം നീണ്ട ചുരുളുള്ള ഒരു മധ്യാന്തരമുണ്ട്. ഇനി അതിന് ശേഷം കാണുന്ന ഭാഗത്തിൽ കൂടുതൽ ചുരുളുണ്ട്, അതിന് രോഷാന്തരം എന്നറിയപ്പെടുന്നു. ഇനി ഇവ എങ്ങോട്ടാണ് തുറക്കപ്പെടുന്നത്? വൻകുടലിലേക്കാണ് തുറക്കപ്പെടുന്നത്. അപ്പൊ ആമാശയത്തിന്റെ രോഷാന്തരം ഇങ്ങോട്ട് തുറക്കപ്പെടുന്നു. ചെറുകുടലിന്റെ രോഷാന്തരം തെറ്റിക്കരുത്. ചെറുകുടലിന്റെ രോഷാന്തരം അല്ലെങ്കിൽ ഇനിയും എങ്ങോട്ടാണ് തുറക്കപ്പെടുന്നത്? വൻകുടലിലേക്കാണ് തുറക്കപ്പെടുന്നത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി വൻകുടലിന് ഈ അടുത്തുള്ള വൻകുടലിന്റെ ഭാഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി പോവുക. ചെറുകുടൽ അല്ലെ. അപ്പൊ ചെറുകുടലിന് എന്താണ്? രോഷാന്തരം വൻകുടലിലേക്കാണ് തുറക്കുന്നത്. ഇനി വൻകുടലിന് സീക്കം, കോളൻ, മലാശയം, അതായത് സീക്കം, കോളൻ, റെക്ടം, സീക്കം, കോളൻ, മലാശയം എന്നീ 3 ഭാഗങ്ങളുണ്ട്. ഇതിൽ സീക്കം എന്ന് പറയുന്നത് ഒരു ചെറു സഞ്ചിയാണ്. ഇതിൽ ധാരാളം സൂക്ഷ്മ സഹജീവികൾ വസിക്കുന്നു.
ഇത് നമുക്ക് ഉപകാരികളായ സഹജീവികളാണെന്ന് കൂടെ ഓർത്തു വെക്കുക. അപ്പൊ ഇതിനുള്ളിൽ ചില സൂക്ഷ്മ സഹജീവികൾ വസിക്കുന്നു, ഇവ നമുക്ക് ഉപകാരികളാണെന്ന് കൂടെ ഓർത്തു വെക്കുക. ഇനി സീക്കത്തില് വിരൽ പോലെ, ഈ സീക്കത്തിന് വിരൽ പോലെ തള്ളി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്, ആ അവയവത്തെയാണ് വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. ഇത് ഒരു ലോബിത അവയവം, ഒരു വെസ്റ്റീജിയൽ ഓർഗനാണ്. അപ്പൊ വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്നത് സീക്കത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നീക്കുന്ന, സീക്കത്തിൽ നിന്ന് വിരൽ പോലെ തള്ളി നീക്കുന്ന അവയവമാണ് വെർമിഫോം അപ്പൻഡിക്സ്. അപ്പൊ സീക്കത്തിന് വിരൽ പോലെ പുറമെ തള്ളി നിൽക്കുന്ന ഭാഗമാണ് വെർമിഫോം അപ്പൻഡിക്സ് എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ മനസ്സിലായോ, വൻകുടലിന്റെ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സീക്കം, കോളൻ, മലാശയം. അതിൽ സീക്കം എന്ന് പറയുന്നത് വൻകുടലിന്റെ ഏറ്റവും ആദ്യത്തെ ഭാഗമാണ്. അതിന് ചെറു സഞ്ചി പോലെയാണ് കാണപ്പെടുന്നത്. അതിൽ നിന്നും തള്ളി പുറത്തേക്ക് വിരൽ പോലെ നിൽക്കുന്ന ഒരു അവയവമാണ് വെർമിഫോം അപ്പൻഡിക്സ്. ഇതെന്ന് പറയുന്നത് ഒരു വെസ്റ്റീജിയൽ ഓർഗനാണ്, ഇത് ലോബിത അവയവമാണെന്ന് ഓർത്തു വയ്ക്കുക. ഇത്രയും കാര്യമാണ് നമ്മൾ സീക്കത്തെ കുറിച്ച് മനസ്സിലാക്കുക. ഇനി മലാശയം അഥവാ റെക്റ്റം എന്ന് പറയുന്നതാണ് ഈ വൻകുടലിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് അവസാനിക്കുന്നത് മലാശയത്തിൽ അല്ലെങ്കിൽ റെക്റ്റത്തിലാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ വൻകുടലത്തിന് 3 ഭാഗങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഡൈജസ്റ്റ് സിസ്റ്റം പഠിക്കുമ്പോൾ അതിന്റെ സ്ട്രക്ചർ വെച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമുക്ക് ഇനി ഓരോ ഫാക്ട്സ് ആയിട്ട് പഠിച്ചു പോകാം. അപ്പൊ നോക്കാം, ഇനി മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഉമിനീർ ഗ്രന്ഥികൾ ഏതെല്ലാമാണ്, അവയുടെ ധർമ്മം വിശദീകരിക്കുക. ഉമിനീർ ഗ്രന്ഥികൾ ഏതെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മനുഷ്യന്റെ ഉമിനീർ ഗ്രന്ഥികൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും 3 എണ്ണമാണ്. ഇതാണ് കർണപാർശ്വ ഗ്രന്ഥികൾ അഥവാ പരോട്ടിക് ഗ്ലാൻസ്. ഇതാണ് കർണപാർശ്വ ഗ്രന്ഥികൾ അഥവാ പരോട്ടിക് ഗ്ലാൻസ്. പിന്നെ ഉപഹന്വാസ്തി ഗ്രന്ഥികൾ, ഉപഹന്വാസ്തി ഗ്രന്ഥികൾ അഥവാ എന്താണ് സബ് മാക്സിലറി സബ് മാൻഡിബുലാർ ഗ്ലാൻസ്. ഇതാണ് ഉപമാക്സിലറി അല്ലെങ്കിൽ സബ് മാക്സിലറി സബ് മാൻഡിബുലാർ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഉപഹന്വാസ്തി ഗ്രന്ഥികൾ എന്ന് മനസ്സിലാക്കാം. അടുത്തത് ഉപജിഹ്വ ഗ്രന്ഥികൾ അല്ലെങ്കിൽ സബ് ലിംഗ്വൽ ഗ്ലാൻസ് നോക്കുക. ഉപജിഹ്വ ഗ്രന്ഥികൾ അല്ലെങ്കിൽ സബ് ലിംഗ്വൽ എന്ന് മനസ്സിലാക്കുക. അപ്പൊ പ്രധാനമായിട്ടും മനുഷ്യന്റെ ഉമിനീർ ഗ്രന്ഥികൾ എത്ര എണ്ണമാണ്? 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് മനുഷ്യനുള്ളത്. ഏതൊക്കെയാണ് അത്? കർണപാർശ്വ ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്ന പരോട്ടിഡ് ഗ്ലാൻസുകളാണ്. ഈ കർണപാർശ്വ ഗ്രന്ഥികൾ കാണപ്പെടുന്നത് കവിൾ ഭാഗത്താണ്. ഈ കർണപാർശ്വ ഗ്രന്ഥികൾ കാണപ്പെടുന്നത് അല്ലെങ്കിൽ പരോട്ടിഡ് ഗ്രന്ഥികൾ കാണപ്പെടുന്നത് മനസ്സിലാക്കുക. ഇനി ഉപഹന്വാസ്തി ഗ്രന്ഥികൾ, ഉപഹന്വാസ്തി ഗ്രന്ഥികൾ എന്ന സബ് മാക്സിലറി സബ് മാൻഡിബുലർ ഗ്ലാൻസ് ആണ്. അത് കാണപ്പെടുന്നത് കീഴ്ത്താടിയിലാണ്. അപ്പൊ കീഴ്ത്താടിയിൽ കാണപ്പെടുന്നത് ഉപഹന്വാസ്തി ഗ്രന്ഥികൾ അല്ലെങ്കിൽ സബ് മാൻഡിബുലർ ഗ്ലാൻസ്. ഇനി ഉപജിഹ്വ ഗ്രന്ഥികൾ എന്ന് പറയുന്നത് സബ്ലിംഗ്വൽ ഗ്ലാൻസ് ആണ്. ഉപജിഹ്വ ഗ്രന്ഥികൾ എന്ന് പറഞ്ഞാൽ നാവിന്റെ അടിഭാഗത്താണ്. ജിഹ്വ ഗ്രന്ഥികൾ എന്ന ഉപജിഹ്വ ഗ്രന്ഥികൾ നാവിന്റെ അടിഭാഗത്താണ് കാണപ്പെടുന്നത് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവ എന്ത് ചെയ്യുന്നു? വദന ഗഹ്വരത്തിലേക്ക് ഉമിനീർ സ്രവിക്കുന്നു. അപ്പൊ ഉമിനീർ ഗ്രന്ഥികൾ എന്ന് പറയുന്നത് പ്രധാന മനുഷ്യന്റെ 3 തരം ഉമിനീർ ഗ്രന്ഥികൾ, 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് മനുഷ്യനുള്ളത്. ഇതാണ് കർണപാർശ്വ ഗ്രന്ഥികൾ അഥവാ പരോട്ടിക് ഗ്ലാൻസ്. അത് കവിൾ ഭാഗത്താണ് കാണപ്പെടുന്നത്. അടുത്ത ഉപഹന്വാസ്തി ഗ്രന്ഥികൾ അല്ലെങ്കിൽ സബ് മാക്സിലർ അല്ലെങ്കിൽ സബ് മാൻഡിബുലാർ ഗ്ലാൻസ് എന്ന് പറയുന്നത് എവിടെ കാണപ്പെടുന്നു? കീഴ്ത്താടിയിൽ കാണപ്പെടുന്നു. അടുത്തത് ഉപജിഹ്വ ഗ്രന്ഥികൾ സബ് ലിംഗ്വൽ ഗ്ലാൻസ് എന്ന് പറയുന്നത് എവിടെ കാണപ്പെടുന്നു? നാവിന്റെ അടിഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ഈ ഗ്രന്ഥികൾ എന്ന് പറയുന്നത് എന്തിനെ സ്രവിപ്പിക്കുന്നു? ഉമിനീർ സ്രവിപ്പിക്കുന്നു. അപ്പൊ ഈ ഗ്രന്ഥികൾ ഉമിനീർ സ്രവിപ്പിക്കുന്നു. ഈ ഉമിനീർ ഗ്രന്ഥികൾ സ്രവിപ്പിക്കുന്ന സ്രവം എവിടെ എത്തിച്ചേരുന്നു? എന്തിനൊക്കെ സഹായിക്കുന്നു നമുക്ക് അടുത്ത മനസ്സിലാക്കാം. അപ്പൊ ഈ ഉമിനീർ ഗ്രന്ഥികൾ എന്ത് സ്രവിക്കുന്നു? ഉമിനീർ സ്രവിക്കുന്നു അല്ലെ? ഉമിനീർ ഗ്രന്ഥികൾ ഉമിനീർ സ്രവിക്കുന്നു. ഈ ഉമിനീരിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? ഉമിനീർ ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ഉമിനീരിൽ ശ്ലേഷ്മം അടങ്ങിയിരിക്കുന്നു. ശ്ലേഷ്മം, അതുപോലെ സലൈവറി അമിലേസ്, ലൈസോസൈം മുതലായവ അടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇവിടെ ശ്ലേഷ്മം എന്ന് പറയുന്ന ആഹാരത്തെ മയമുള്ളതാക്കുകയും നനവുള്ളതാക്കുകയും ചെയ്യുന്നു. അപ്പൊ ശ്ലേഷ്മത്തിന്റെ ജോലി എന്താണ്? ആഹാരത്തെ നനവുള്ളതും മയമുള്ളതും ആക്കി തീർക്കുകയാണ് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ശ്ലേഷ്മത്തിന്റെ ധർമ്മം. അടുത്ത സലൈവറി അമിലേസ്, ലൈസോസൈം എന്ന് പറഞ്ഞ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികളാണ് അല്ലെ. അതിൽ സലൈവറി അമിലേസ് എന്ന് പറയുന്നത് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. അപ്പൊ സലൈവറി അമിലേസ് ആഹാരത്തിലെ അന്നജത്തെ എന്താക്കി മാറ്റുന്നു? മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ഇനി ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം ആഹാരത്തിലൂടെ മനുഷ്യന്റെ ശരീരത്തിൽ എത്തുന്ന ഈ ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ എത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഉമിനീർ ഗ്രന്ഥികളുടെ ധർമ്മം മനസ്സിലാക്കേണ്ടത്.
ഉമിനീർ ഗ്രന്ഥികൾ എന്ന് പറയുന്നത് 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ്. ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇതിനെ അവരുടെ ധർമ്മം പറയുകയാണെങ്കിൽ ഉമിനീർ ഗ്രന്ഥി ഉത്പാദിക്കുന്ന ഉമിനീരില് ശ്ലേഷ്മവും സലൈവറി അമിലേസും ലൈസോസൈം മുതലായ രാസാഗ്നികൾ അടങ്ങിയിരിക്കുന്നു. ഇനി ശ്ലേഷ്മം ആഹാരത്തെ നനവുള്ളതാക്കുകയും അതുപോലെ തന്നെ മയപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി സലൈവറി അമിലേസ് ആകട്ടെ ആഹാരത്തിലെ അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ലൈസോസൈം എന്ത് ചെയ്യുന്നു? ആഹാരത്തിലൂടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന അണുക്കളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഉമിനീർ ഗ്രന്ഥികളുടെ കുറിച്ച് അവയുടെ ധർമ്മത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്സ്. അടുത്ത് നമുക്ക് മറ്റൊരു ഫാക്റ്റിൽ കിടക്കാം. അപ്പൊ അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ട ആമാശയ ഗ്രന്ഥികൾ ഏതെല്ലാമാണ്, ദഹന പ്രക്രിയയിൽ അവയുടെ പങ്കാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ആമാശയ ഗ്രന്ഥികൾ എന്ന് പറയുന്നത് പ്രധാനമായും ശ്ലേഷ്മ കോശങ്ങൾ, സൈമോജൻ കോശങ്ങൾ, പറൈറ്റൽ കോശങ്ങൾ. അപ്പൊ ആമാശയ ഗ്രന്ഥികളിൽ 3 തരം കോശങ്ങളാണ് കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്? ശ്ലേഷ്മ കോശങ്ങൾ, സൈമോജൻ കോശങ്ങൾ, പറൈറ്റൽ കോശങ്ങൾ. ഇനി ശ്ലേഷ്മ കോശങ്ങൾ അല്ലെങ്കിൽ ഗോബ്ലറ്റ് സെല്ലുകൾ എന്നറിയപ്പെടുന്നത് ഇവ എന്ത് ഉത്പാദിപ്പിക്കുന്നു? ശ്ലേഷ്മം ഉത്പാദിപ്പിക്കുന്നു. ഇനി ശ്ലേഷ്മ കോശങ്ങളിലെ ശ്ലേഷ്മം ദഹനരസങ്ങളിൽ നിന്നും ആമാശയത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും ആമാശയ സംരക്ഷിക്കുന്ന ആരാണ്? ആമാശയ ഗ്രന്ഥികളിലെ ശ്ലേഷ്മ കോശങ്ങളാണെന്ന് മനസ്സിലാക്കുക. ശ്ലേഷ്മ കോശം ഉത്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം. അപ്പൊ ആമാശയ ഗ്രന്ഥികളിലെ ശ്ലേഷ്മ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ശ്ലേഷ്മമാണ് ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും ആമാശയത്തെ സംരക്ഷിക്കുന്നത്. രണ്ടാമത് സൈമോജൻ കോശങ്ങൾ, അതായത് ആമാശയത്തിൽ ഉത്പാദിപ്പിക്കുന്ന മറ്റൊരു കോശങ്ങളാണ് സൈമോജൻ കോശങ്ങൾ. ഇത് പെപ്സിൻ, റെനിൻ, ലിപ്പേസ് മുതലായവയെ ഉത്പാദിപ്പിക്കുന്നത്. പെപ്സിൻ, റെനിൻ, ലിപ്പേസ് എന്നിവ ഉത്പാദിപ്പിക്കുന്നത് എന്ത് കോശങ്ങളാണ്? സൈമോജൻ കോശങ്ങളാണ്. ഇതില് പെപ്സിനും റെനിനും പ്രോട്ടീൻ ദഹനവുമായി ബന്ധപ്പെട്ടതാണ്. പെപ്സിനും റെനിനും എന്തിന് ദഹിപ്പിക്കുന്നു? പ്രോട്ടീൻ ദഹനം ബന്ധപ്പെട്ടതാണ്. എന്നാൽ ലിപ്പേസ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പിന്റെ ദഹനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ പെപ്സിനും റെനിനും പ്രോട്ടീൻ ദഹനം ബന്ധപ്പെട്ടതും ലിപ്പേസ് കൊഴുപ്പിന്റെ ദഹനം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഇവിടെ പെപ്സിന്റെ പ്രോട്ടീൻ എന്താക്കി മാറ്റുന്നു? ഭാഗികമായി പെപ്റ്റോണുകളാക്കി മാറ്റുന്നു. അപ്പൊ പെപ്സിനൊക്കെ പ്രോട്ടീനെ ഭാഗികമായിട്ട് പെപ്റ്റോണുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി പറൈറ്റൽ കോശങ്ങൾ എന്ന് പറയുന്നത് HCl ആണ് ഉത്പാദിപ്പിക്കുന്നത്. പറൈറ്റൽ കോശങ്ങൾ എന്ത് ഉത്പാദിപ്പിക്കുന്നു? HCl ഉത്പാദിപ്പിക്കുന്നു. ഇനി മനസ്സിലാക്കേണ്ടത് ആമാശയത്തിൽ നടക്കുന്ന ഈ പ്രക്രിയകളെല്ലാം അനുയോജിച്ച് ഉണ്ട്. അല്ലെങ്കിൽ ആ ആമാശയത്തിൽ നടക്കുന്ന പ്രക്രിയകളെ കറക്റ്റായ അനുയോജ്യമായ രീതിയിൽ നടക്കുന്നതിന്റെ pH ക്രമീകരിക്കുക ആരുടെ പണി, ആരുടെ ജോലി? HClന്റെ ജോലി. അപ്പൊ HCl എന്ന് പറയുന്നത് അവിടെ pH ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. ആമാശയത്തിൽ നടക്കുന്ന ഈ പ്രക്രിയകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള pH ക്രമീകരിക്കുന്നതാണ് HCl ചെയ്യുന്ന പ്രധാന ധർമ്മം. ഇനി HCl ഭക്ഷണത്തിൽ ആമാശയത്തോടൊപ്പം HCl ആമാശയത്തിൽ ഭക്ഷണത്തോടൊപ്പം എത്തുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ HClന്റെ പ്രവർത്തനം അതിന് സഹായിക്കുകയും ചെയ്യും. മനസ്സിലാകാത്ത കാര്യങ്ങൾ. അപ്പൊ ഇത്രയാണ് HClനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് പറൈറ്റൽ കോശം ഉത്പാദിപ്പിക്കുന്ന HCl എന്ത് ചെയ്യുന്നു? ആമാശയത്തിൽ അല്ലെങ്കിൽ ഈ നടക്കുന്ന പ്രക്രിയയില് pH ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ആമാശയത്തിൽ നടക്കുന്ന പ്രക്രിയയില് pH ക്രമീകരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഭക്ഷണത്തോടൊപ്പം എത്തുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാനും സഹായിക്കുന്നു. ഇത്രയാണ് നമ്മൾ HClനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. HCl ഉത്പാദിപ്പിക്കുന്ന പറൈറ്റൽ കോശം, ആമാശയ ഗ്രന്ഥിയിലെ പറൈറ്റൽ കോശങ്ങളാണ് ഓർത്തു വയ്ക്കുക. അപ്പൊ ആമാശയ ഗ്രന്ഥിയെ കുറിച്ച് മനസ്സിലാക്കിയതാണ് ആമാശയ ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്നത് 3 തരം, അല്ലെങ്കിൽ ആമാശയ ഗ്രന്ഥിയിൽ 3 തരം കോശങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഒന്ന് ശ്ലേഷ്മ കോശങ്ങൾ അല്ലെങ്കിൽ ഗോബ്ലറ്റ് സെൽസ്, ഇനി സൈമോജൻ കോശങ്ങൾ, പിന്നെ പറൈറ്റൽ കോശങ്ങൾ അല്ലെ. അതിൽ ശ്ലേഷ്മ കോശങ്ങൾ എന്ന് പറയുന്നത് ഗോബ്ലറ്റ് സെൽസുകൾ എന്നറിയപ്പെടുന്നു. അവയെ ശ്ലേഷ്മമാണ് ഉത്പാദിപ്പിക്കുന്നത്. ഇനി അവ ആ ശ്ലേഷ്മം എന്ത് ചെയ്യുന്നുണ്ട്? ദഹനരസങ്ങളെ പ്രവർത്തനം ആമാശയത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത സൈമോജൻ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്നതാണ് പെപ്സിൻ, റെനിൻ, ലിപ്പേസ് മുതലായവ. ഇതിൽ പെപ്സിൻ റെനിനും പ്രോട്ടീൻ ദഹനത്തിന് സഹായിക്കുന്നു. ലിപ്പേസ് എന്ന് പറയുന്നത് കൊഴുപ്പിന്റെ ദഹനത്തിനാണ് സഹായിക്കുന്നത്. മനസ്സിലാക്കി വെക്കാം. ഇനി പെപ്സിൻ പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇനി പറൈറ്റൽ കോശങ്ങൾ HCl ഉത്പാദിപ്പിക്കുന്നു. അപ്പൊ HCl ഉത്പാദിപ്പിക്കുന്നത് പറൈറ്റൽ കോശം, ആമാശയത്തിലെ പറൈറ്റൽ കോശങ്ങൾ HCl ഉത്പാദിപ്പിക്കുന്നത്. ഇനി ആമാശയത്തിലെ നടക്കുന്ന ഈ പ്രവർത്തനത്തിന് ആവശ്യമായ pH ക്രമീകരിക്കുക എന്നതാണ് HClന്റെ ഒരു ധർമ്മം. 2 ഭക്ഷണത്തോടൊപ്പം ഈ ആമാശയത്തിൽ എത്തിച്ചേരുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുകയാണ് മറ്റൊരു പ്രവർത്തനം. അതുപോലെ തന്നെ പ്രോട്ടീന്റെ ദഹനത്തിന് ഒരു പങ്ക് ആര് വഹിക്കുന്നുണ്ട്? HCl വഹിക്കുന്നതും കൂടെ ഓർത്തു വയ്ക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ്? ഉമിനീർ ഗ്രന്ഥികൾ എന്തൊക്കെ പഠിച്ചു, അതിന്റെ ധർമ്മങ്ങൾ പഠിച്ചു അല്ലെ. പിന്നെ ആമാശയ ഗ്രന്ഥികളെ കുറിച്ച് പഠിച്ചു, അതിന്റെ ധർമ്മങ്ങൾ പഠിച്ചു. അതിനു മുമ്പ് നമ്മൾ പഠിച്ചു പല്ലിന്റെ ഘടനയെ കുറിച്ച് പഠിച്ചു. വൻകുട, അതുപോലെ അന്നനാളത്തിന്റെയും ആമാശയത്തെയും ചെറുകുണ്ടിന്റെയും വൻകുടലിന്റെയും ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളിനി അടുത്ത നമ്മളിനി ദഹനത്തിന്റെ പ്രക്രിയയെ കുറിച്ചും എന്തൊക്കെ ദഹനം ഏതൊക്കെ രീതിയിൽ നടക്കുന്നതിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. അത് അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കുന്നതാണ്. ഈ ക്ലാസ് ഉപയോഗപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ സജഷൻസും കമന്റ്സും നിങ്ങൾ കമന്റ് ബോക്സിൽ അയക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വെയിറ്റ് ചെയ്യാം.
ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിനെ വെയിറ്റ് ചെയ്യാം. ബൈ ഫ്രം മീ. താങ്ക് യു.